റോയ് സാർ ഒന്നും പറഞ്ഞില്ല. ഞാൻ നല്ലപോലെ പറഞ്ഞിട്ടുണ്ട് ഇവനോട് പണ്ട്. അയ്യോ സാർ, സക്സസ് വേക്ക് പറ്റിച്ച പാരമ്പര്യമില്ല, ലഗുമില്ല, ചതിയുമില്ല. ഒരു ജെനുവിൻ സ്ഥാപനമാണ് സക്സസ് വേ. എന്താ നിങ്ങളുടെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം നിങ്ങൾ എല്ലാവരും ചേരണമെന്ന്. ഛേ, തൻ്റെ അല്ല, ഞാൻ ഇവരോടാ ചോദിച്ചത്. എനിക്ക് ചെറിയൊരു താല്പര്യമൊക്കെ ഉണ്ട്. എനിക്ക് നല്ല താല്പര്യമുണ്ട്. എനിക്ക് തീരെ താല്പര്യമില്ല. എനിക്കും വലിയ താല്പര്യമില്ല. സാർ, സ്വന്തം അനിയനല്ലേ, ഒരു ഡോറ് ചുമ്മാ കയറ്റി അങ്ങ് വിടണം, അയാൾ കയറി അങ്ങ് പോട്ടെ. അതെ റോയിച്ച, പ്ലീസ്, ഞാൻ അന്നുണ്ടാക്കിയ നഷ്ടത്തിനൊക്കെ ഒരു പരിഹാരം ആയിക്കോട്ടെ. സമ്മതിക്ക് റോയ്ച്ച. സാറേ, ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതിയിട്ടാ. ആവശ്യമില്ലാത്ത പല ഡോറുകളും ജീവിതത്തിലേക്ക് വരും. കണ്ടില്ല എന്ന് വെച്ച് മുമ്പോട്ട് പോയാൽ മതി. എനിക്ക് താല്പര്യമില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ശരി, നമുക്ക് നോക്കിക്കളയാം. അപ്പോ ഇങ്ങോട്ട് നോക്ക്. കൊച്ചു കള്ള, ഒറ്റയടിക്ക് ആദ്യത്തെ ഡോർ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറിയില്ലേ? ഗ്രേറ്റ് മാൻ, ഗ്രേറ്റ്. താങ്ക്സ് സുരേഷ്, താങ്ക്സ്. യു ആർ ദ മാൻ. അങ്ങനെ നായകൻ ഭരദ്വാജിന്റെ അവസാന പൈസയും അയാൾ പ്രതീക്ഷ കൈവിടാതെ മണി ചെയിനിലേക്ക് ഇറക്കുന്നു. അതിന്റെ റിസൾട്ട് ഭരദ്വാജിനെ അറിയിക്കാനെത്തിയത് വില്ലൻ നസീറായിരുന്നു. നസീർ എന്തോ ചിന്തിക്കുന്നു. എന്താ ചിന്തിച്ചത്? പറഞ്ഞായിട്ടില്ലേ എന്തോ ചിന്തിച്ചു. ബാക്കി വായിക്കോ റോയ്ച്ച. അങ്ങനെ നസീർ എന്തോ ചിന്തിച്ച ശേഷം വാതിൽ തുറന്ന് അകത്ത് കയറിയതും പ്രതീക്ഷ കൈവിടാതെ ഭരദ്വാജ് നസീറിന്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു, എടാ, എന്തായി റിസൾട്ട്? എനിക്ക് പ്രോഫിറ്റ് ഉണ്ടോ? ഇവരുടെ സംസാരം ഒരു ജനലിൽ നിന്നുകൊണ്ട് നായികയും വേറൊരു ജനലിൽ നിന്നുകൊണ്ട് നായികയുടെ അച്ഛനും കേൾക്കുന്നു. നസീർ പറഞ്ഞു, ഇല്ല, അല്ല, നീ ഇതിനിറക്കിയ പണവും നഷ്ടപ്പെട്ടു. അപ്പോൾ തന്നെ നായകൻ ഭരദ്വാജ് നസീറിനെ വെളിയിലാക്കി കതകടച്ച് ആത്മഹത്യ ചെയ്യുന്നു. പിന്നെ നായികയും പോയി മരിക്കുന്നു. അടുത്ത ദിവസം ആ സത്യം എല്ലാവരും അറിഞ്ഞു. ആ ബിസിനസ്സിൽ 2 കോടി ലാഭം ഭരദ്വാജിനുണ്ടായിരുന്നു. നായികയെ കിട്ടാൻ നസീർ കളിച്ചതാണെന്ന സത്യം നാട്ടുകാർ നസീറിനെ കൂട്ടം കൂടി തല്ലുന്നു. അപ്പോഴും ഭരദ്വാജിന്റെ ആത്മാവ് എവിടെയോ ഇരുന്ന് പല്ലിയായി ചിലച്ചു. ആ ചിലച്ചതിന്റെ അർത്ഥം സ്ക്രീനിൽ എഴുതി കാണിക്കുന്നു. അവനെ തല്ലരുത്, നസീർ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ശുഭം. എങ്ങനെയുണ്ട്? മാജിക് പെന്നിന്റെ ആണോ നിന്റെ സമയത്തിന്റെ ആണോ എന്ന് എനിക്കറിയില്ല. നല്ല കഥ, എനിക്കത്രേ പറയാനുള്ളൂ. ഇത് ഹിറ്റാവും, ഉറപ്പാ. താങ്ക്സ് റോയ്ച്ച. ഇപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ എൻ്റെ മാജിക് പേൻ, എൻ്റെ മാജിക്. എവിടേക്കോ നമ്മളെല്ലാരും സ്പർശിച്ചതുപോലെ ഉണ്ടല്ലേ റോയ്ച്ച? സത്യം. നടന്നതോ നടക്കുന്നതായ സംഭവം പോലെ തോന്നി. ഇത് ഹിറ്റാവൂടാ. അല്ല, ഇത് സിനിമയ്ക്കുള്ള കഥയല്ലേ? അല്ല, ഷോർട്ട് ഫിലിമിൻ്റെ. എന്ത് കുന്തായാലും ഇത് ഹിറ്റാടാ. നിങ്ങളോട് എല്ലാവരോടും ഞാൻ മറ്റൊരു കാര്യം കൂടി അറിയിക്കട്ടെ. ഇത് മാജിക് പെൻ്റെ കഴിവൊന്നുമല്ല. അവൻ്റെ യഥാർത്ഥ മാജിക് പെൻ ഇതാണ്. അതെനിക്ക് ആ പിശാശി ചിഞ്ചു എന്ന പേനയാ. എടാ, കഴിവോ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇതുപോലെ മാജിക്കുകളൊക്കെ കാണിക്കാൻ പറ്റും. ഇതാ പിടിച്ചോ, പിടി. എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. ഓക്കെ, താങ്ക് യു, താങ്ക് യു. അപ്പൊ എന്റെ 750 രൂപ മാജിക്കാരുടെ പോക്കറ്റിലും. അയ്യോ.
അവന്റെ ഒരു സക്സസ് 30,000 കൊണ്ട് തുറച്ചപ്പോ മതിയല്ലോ നിനക്ക്. റോയ്ച്ച അങ്ങനെ വേണം. എന്തുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാലോ റോയ്ച്ച. റോയ്ച്ചാ, അയ്യോ പോടാ. എന്റെ കൈ. അതെ നസീർ അല്ല സുരേഷ് കള്ളം പറഞ്ഞായിരിക്കും. അവനൊരു സുരേഷ്, അവന് ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. തുറക്കത്തില്ല, മൊത്തത്തിൽ ഡോറാണല്ലോ. നിന്റെ സുരേഷിന്റെ സക്സസിലേക്കുള്ള ഡോറല്ല, റോയ് വാടകയ്ക്കെടുത്ത വീടിന്റെ ഡോറാ. ചേട്ടനല്ലേ തല്ലിക്കോട്ടെ. അയ്യോ എന്റെ കഥയായിട്ട് സാമ്യമുള്ള അതേ ഡയലോഗും സീനും ഒരു കലാകാരൻ മുമ്പിൽ കാണേണ്ടതല്ല എഴുതേണ്ടത്. അതുകൊണ്ട് ക്ലൈമാക്സ് മാറ്റി എഴുതേണ്ടി വരും. ഓ, റോയ്ച്ചന്റെ അടിക്ക് നല്ല പവറാ.